ഹായ് മക്കളെ, എല്ലാവരും ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണെന്നുള്ളത്. ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് അജ്മൽ സാറിൻ്റെ ഒരു IIT എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. അതെല്ലാവർക്കും കുറച്ചൊരു ഇൻസ്പിറേഷനും മോട്ടിവേഷനൊക്കെ ആവും എന്നുള്ളത് കൊണ്ടാണ് പല ആളുകളും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. ഓക്കെ, സോ വെൽക്കം ടു XandY Learning. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ 2010 ഞാൻ IIT മദ്രാസിൽ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കോളേജ് എന്ന് പറഞ്ഞുള്ളൊരു കൺസെപ്റ്റ് എന്താ, നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് കുറച്ച് കോളേജസൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ തന്നെ ഒരു കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ളത് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, പിന്നെ മേ ബി ഒരു ഫുട്ബോൾ കോർട്ട്, ഒരു ബാസ്കറ്റ് കോർട്ടൊക്കെ ഉണ്ടാവും, കുറേ ആൾക്കാർ ഇങ്ങനെ രാവിലെ വരുന്നു പോകുന്നു. ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു കോളേജിൻ്റെ ഒരു പിക്ചർ എന്നുള്ളത്. പക്ഷേ ഇങ്ങനെയല്ല എന്നുള്ളത് ആക്ച്വലി മനസ്സിലായത്, എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത് ഞാൻ NIT കാലിക്കറ്റ് ചെന്നപ്പോഴാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി NIT കാലിക്കറ്റിൽ ചെന്നു. അപ്പോൾ NIT കാലിക്കറ്റ് ചെന്നപ്പോൾ ഒരു വലിയൊരു ഗേറ്റ്, ആ ഗേറ്റ് നോക്കിയാൽ എന്തില്ല, നമ്മളൊരു ബിൽഡിംഗ് ഒന്നും കാണുന്നില്ല, വലിയൊരു നടപ്പാതയാണ് കാണുന്നത്. അവിടെ ഇങ്ങനെ കുറേ നടന്നു ചെല്ലുമ്പോൾ കുറേ ബിൽഡിങ്ങുകൾ അവിടെയും ഇവിടെയും. അവിടെ കുറേ കുട്ടികൾ പല സ്ഥലത്ത് ഇരിക്കുന്നു, പഠിക്കുന്നു, കളിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മുടെ സ്കൂളിലോ നമ്മുടെ തൊട്ടടുത്തുള്ള കോളേജുകളിലൊന്നും കാണാത്ത അത്ര നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഇങ്ങനെയൊക്കെയുള്ള വല്ലാത്തൊരു അനുഭവമായിരുന്നു NIT കാലിക്കറ്റ്. അന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ടേ പഠിക്കുകയുള്ളൂ എന്നുള്ളത്. എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ഡ്രീം NIT കാലിക്കറ്റിൽ പഠിക്കുക എന്നുള്ളതായിരുന്നു. ബട്ട് ഐ ഗോട്ട് ഇൻ ടു IIT ചെന്നപ്പോഴാണ് മനസ്സിലായത് NITs ഒന്നുമല്ല എന്നുള്ളത്. IIT മദ്രാസ് എന്നുള്ളത് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളിങ്ങനെ ട്രെയിൻ ഇറങ്ങി, പിന്നെ ഒരു 25 മിനിറ്റ് നമ്മൾ അവിടുത്തെ ഒരു ലോക്കൽ ട്രെയിൻ, ഇലക്ട്രിക് ട്രെയിനിൽ കയറി അവിടെ എത്തുന്നു. വലിയൊരു ടൗണിൻ്റെ നടുവിൽ, അടയാർ ടൗണിൻ്റെ നടുവിൽ ഒരു വലിയൊരു ഗേറ്റ്. ആ ഗേറ്റ് തുറന്ന് നമ്മൾ മുന്നിലോട്ട് നോക്കിയാൽ നമ്മൾ ഇത്രയും സമയം ചെന്നൈ നഗരത്തിൽ കണ്ട കാഴ്ചകളല്ല. ചെന്നൈ ടൗൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ബിൽഡിങ്ങുകളും പിന്നെ കുറേ സ്ലംസ് ഉണ്ട്, വലിയ ബിൽഡിങ്സ് ഉണ്ട്, അതേപോലെ കുറേ റോഡുകളും, വളരെ തിരക്കേറിയ റോഡുകൾ, ട്രെയിനുകൾ, ഇതെല്ലാം കൂടിയാണെങ്കിൽ വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റി. എന്നാൽ ഈ ക്യാമ്പസിൻ്റെ ഉള്ളിലോട്ട് നമ്മളാണ് കാലെടുത്ത് വെക്കുന്നതോടുകൂടി നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേൾഡിൽ എത്തിപ്പെട്ട പോലെയാണ്. അവിടെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ മുമ്പിൽ വലിയ എന്താ പറയുക, 2 റോഡുകൾ ഇങ്ങനെ കാണാം. സൈഡിൽ കുറേ ആളുകൾ നിരത്തി നൂറുകണക്കിന് സൈക്കിളുകൾ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായി പോകുന്നപ്പോൾ ക്യാമ്പസ് ഒരു അത്ഭുതമായിരുന്നു. കാരണം നോക്കുന്ന സ്ഥലത്തൊന്നും ബിൽഡിംഗ് ഇല്ല, ആകെ ഉള്ളത് റോഡും പിന്നെ കുറേ റോഡിൻ്റെ ചുറ്റുവട്ടത്തും വലിയ ഗ്രീനറി, ഒരുപാട് മരങ്ങളും, പിന്നെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ കുറേ കുരങ്ങന്മാരും കുറേ മാനുകളും, പല തരത്തിലുള്ള മാനുകളും ഇതൊക്കെയാണ്. ഒരു ക്യാമ്പസ്, കുറേ കുരങ്ങന്മാരും മാനുകളൊക്കെ അടങ്ങിയൊരു ക്യാമ്പസ് നമുക്ക് ആലോചിക്കാൻ പറ്റും. അങ്ങനെ ഒരു 2 കിലോമീറ്റർ ഇങ്ങനെ ആ റോഡിലൂടെ ഇങ്ങനെ നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ മേ ബി ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നത്, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സോ കാണുന്നത്. ഒരു 2 കിലോമീറ്റർ പോകുമ്പോഴാണ് നമ്മൾ ആക്ച്വലി IIT മദ്രാസിൻ്റെ ഒരു അക്കാഡമിക് ബ്ലോക്ക് കാണുന്നത്. അവിടെ ലൈബ്രറിയും അടുത്തൊരു കഫേ കോഫിയുടെയും പിന്നെ അവിടുത്തെ ഡയറക്ടറുടെ വസതിയും പിന്നെ തൊട്ടപ്പുറത്തൊരു സ്കൂൾ, കേന്ദ്രീയ വിദ്യാലയ സ്കൂളൊക്കെയാണുള്ളത്. പിന്നെ അങ്ങോട്ട് നോക്കുന്തോറും കുറേ ചെറിയ ഒറ്റപ്പെട്ട കുറേ ബിൽഡിങ്സ്, വലിയ ബിൽഡിങ്സ് കാണാം. ആ ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ പഴയ ബിൽഡിങ്സാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഒരു ക്ലാസ് റൂം കോംപ്ലക്സ്, ഒരു വർക്ക് ഷോപ്പ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒരു സൈഡിലോട്ട്. മറ്റൊരു സൈഡിലോട്ട് പോകുന്തോറും കുറേ ഹോസ്റ്റൽസ്. ഞാൻ പഠിക്കുന്ന സമയത്ത് 17 ഹോസ്റ്റൽസ് ഉണ്ട്. ഇന്ന് 20-ലധികം ഹോസ്റ്റൽസ് IIT മദ്രാസിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ ഹോസ്റ്റലിനും ഓരോ പുഴയുടെ പേരാണ്. അപ്പോൾ ഗംഗ, ജമുന, ബ്രഹ്മപുത്ര, പിന്നെ പമ്പ, നമ്മുടെ നാട്ടിലെ പമ്പ ഉണ്ട്, താമിരപരണി, പിന്നെ ഗോദാവരി, നർമ്മദ, കൃഷ്ണ, കാവേരി, ഇങ്ങനെ കുറേ ഹോസ്റ്റൽസ്. ഈ ഹോസ്റ്റൽസ് ഇങ്ങനെ നമ്മൾ വീണ്ടും ഒരു 1.5 കിലോമീറ്റർ പോകുമ്പോഴാണ് ഞാൻ എൻ്റെ ഹോസ്റ്റലായിട്ടുള്ള ജമുനയിലെത്തുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ഒരു കൺസെപ്റ്റ് എന്താണ്, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കുറേ വിവാദമുണ്ടല്ലേ, 9 മണി മുമ്പ് ഹോസ്റ്റലിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ മനസ്സിലുള്ളൊരു ഹോസ്റ്റൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ സമ്മതിക്കാത്തൊരു സ്ഥലം അല്ലേ, ആൾക്കാർ ഇന്നിങ്ങനെ പഠിക്കുന്ന. എന്നാൽ IIT മദ്രാസിലൊരു ഹോസ്റ്റലിൽ ചെന്ന് നോക്കിയാൽ നമ്മളവിടെ കാണുന്നത് നമുക്ക് സ്വതന്ത്രമായി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന റൂമും പിന്നെ നടുവിൽ തന്നെ നല്ലൊരു ഗാർഡനും അതേപോലെ തന്നെ ഒരു കളിസ്ഥലം എന്ന് പറഞ്ഞാൽ ഫ്ലഡ് ലൈറ്റ്സ് ഒക്കെ ഉള്ള രാത്രി 2 മണി 3 മണിയൊക്കെ കളിക്കാവുന്ന, ഫുട്ബോളൊക്കെ കളിക്കാവുന്ന സ്ഥലം. ഇതൊക്കെയാണ് അവിടുത്തെ ഒരു ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഹോസ്റ്റലിൽ ചെന്നു. ഹോസ്റ്റലിൽ നിന്ന്
അങ്ങനെ ജോയിൻ ചെയ്ത സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് നമ്മൾ കോളേജ് മീൻസ് നമ്മുടെ ഒരു അക്കാഡമിക് ബ്ലോക്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 2 കിലോമീറ്ററെങ്കിലും പോകണം. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ബസ്സിൽ പീരിയോഡിക്കായിട്ട് ബസ്സസ് ഇങ്ങനെ വരുമ്പോൾ ബസ്സിൽ ഇങ്ങനെ പോകണം, അല്ലാന്നുണ്ടെങ്കിൽ സൈക്കിൾ മാത്രമേ രക്ഷയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ബൈക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല. IIT മദ്രാസ് ഗിണ്ടി നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ കേരളത്തിൽ സൈലൻറ്റ് വാലി ഉണ്ട്, ഇരവികുളമുണ്ട്, അതേപോലെ പാമ്പാടുംചോല, ഇങ്ങനെ കുറേ 5 നാഷണൽ പാർക്സാണ് കേരളത്തിലുള്ളതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുപോലെ ഒരു നാഷണൽ പാർക്ക്, അതായത് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഒരു അതിന് മേലുള്ളൊരു സംഭവമാണ് എന്ത് ഈ നാഷണൽ പാർക്ക് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ മൃഗങ്ങളും അവിടെ ഇപ്പോൾ മോട്ടറൈസ്ഡ് വെഹിക്കിൾസ് അധികം ഒന്നും ഉപയോഗിക്കാനേ പാടില്ല. അതുകൊണ്ട് കാരണം ഇത്രയധികം കുട്ടികൾ ഓരോ ബാച്ചിലും 800-ലധികം കുട്ടികൾ വരുന്നു. 800 അല്ല, 1000-ലധികം കുട്ടികൾ, PGസും PhD കൂടുമ്പോൾ 1000-ലധികം കുട്ടികൾ വരുന്നു. അവരെല്ലാവരും ഒരു മോട്ടോർ വെഹിക്കിൾസ് ഉപയോഗിച്ച് എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ പ്രയാസമാവും അല്ലേ? അപ്പോൾ കാരണം അവിടെ കുറേ മാർഷ് ലാൻഡ്സ് ഉണ്ട്, കുറേ വളരെ ഇതുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും സൈക്കിളിൽ ഇങ്ങനെ രാവിലെ എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ ക്ലാസ്സിന് പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുറേ കുട്ടികൾ ഇങ്ങനെ സൈക്കിളിൽ ക്ലാസ്സിൽ ഇങ്ങനെ പോകുന്നു. അപ്പോൾ വേറെ ഒരുത്തൻ ഇങ്ങനെ കൈ കാണിക്കും, എന്ത് എൻ്റെ അടുത്ത് സൈക്കിൾ പഞ്ചറായി അല്ലെങ്കിൽ ചെയിൻ ഇതായി. അപ്പോൾ നമ്മൾ അവനെ മുമ്പിൽ കയറ്റും അല്ലെങ്കിൽ ബാക്കിൽ കാരിയറിൽ കയറ്റും. അപ്പോൾ ചില ആൾക്കാരൊക്കെ കാരിയറൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും. ആരെങ്കിലും കൈ കാണിച്ചാൽ ാതിരിക്കാനുള്ള എനിക്ക് കാരിയർ ഇല്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ പറയും ഞങ്ങൾ ബാക്ക് കയറണം, മുമ്പ് കയറിക്കോളാന്ന് പറയും. എന്നിട്ട് മുമ്പിൽ പണ്ടത്തെ മലയാള സിനിമയിൽ നായികനെ കൊണ്ടുപോകുന്ന പോലെ മുമ്പിലും ഒരാളെയും ബാക്കിൽ ഒരാളൊക്കെ വെച്ചൊക്കെ നമ്മളിങ്ങനെ സൈക്കിളിൽ പോകും. നല്ല എന്താ പറയുക, ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു രസകരമായ സംഭവമാണല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കോളേജിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ IIT പോലുള്ള കോളേജ്, അതൊക്കെ കുറേ ബുജികളുടെ സ്ഥലമാണ്. അതൊക്കെ കുറേ എന്താ പറയുക, കുറേ ബുദ്ധിജീവികളായ ആൾക്കാരിങ്ങനെ പോയി കളിക്കുന്ന അല്ലെങ്കിൽ അവിടെ വരുന്ന ഇങ്ങനെ പഠിക്കുന്ന തല പുകഞ്ഞ് ആലോചിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയൊന്നല്ല. ഇപ്പോൾ IIT മദ്രാസിൽ നല്ല ജിമ്മ്, സ്വിമ്മിംഗ് പൂൾ ഇതൊക്കെ ഉണ്ട്. ഈ ഫെസിലിറ്റീസൊക്കെ കുട്ടികൾക്ക് വളരെ ചെറിയ റേറ്റ്, എനിക്കൊന്നും ജിമ്മൊക്കെ ഫ്രീ ആയിരുന്നു, സ്വിമ്മിംഗ് പൂളൊക്കെ ചെറിയ റേറ്റിൽ ലഭ്യമാണ്. അതേപോലെ തന്നെ അവിടെ പിന്നെ വലിയ ബാസ്കറ്റ് ബോൾ കോർട്ടും ടേബിൾ ടെന്നീസും ഇങ്ങനത്തെ എല്ലാ ഗെയിംസും ഉണ്ട്. ടെന്നീസും പിന്നെ വോളിബോൾ എല്ലാ ഗെയിംസും ഉണ്ട്. ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നൊക്കെ പറഞ്ഞാൽ കെംപ്ലാസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയാം. അവിടെ രഞ്ജി ട്രോഫി മത്സരങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ മുരളി വിജയ്, സുബ്രഹ്മണ്യം ബദ്രിനാഥ്, ദിനേശ് കാർത്തിക് ഇവരൊക്കെ അവിടെ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈവൻ 2011 ഇന്ത്യ ക്രിക്കറ്റ് വേൾഡ് കപ്പ് എടുത്ത സമയത്ത് അന്ന് സച്ചിൻ ടെണ്ടുൽക്കറും അതേപോലെ ഇന്ത്യൻ ടീമും പ്രാക്ടീസിന് വന്നത് IIT മദ്രാസിലായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് സച്ചിനെയും അതേപോലെ സേവാഗ്, യുവരാജ്, അന്ന് യൂസുഫ് പട്ടാൻ, ഒരുവിധം ഇന്ത്യൻ ടീമിലുള്ള എല്ലാവരെയും അന്ന് നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ബെറ്റർ ഫെസിലിറ്റീസ് ആണ് ഒരു കോ കരിക്കുലർ അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അതോടൊപ്പം ഇനി കുറച്ച് ഇൻ്റലക്ച്വലായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് എക്സ്ട്രാ മ്യൂറൽ ലെക്ചർ സീരീസ്, അതിൽ വളരെ എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നു. അതേപോലെ തന്നെ ഒരുപാട് അത്തരം ആക്ടിവിറ്റീസ്, ലെക്ചേഴ്സ്, കരിയറുമായി ബന്ധപ്പെട്ടുള്ള സെഷൻസ് ഇതൊക്കെ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ആരും നിർബന്ധിക്കാനൊന്നുമില്ല, വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യേണ്ട, നമ്മളെ താല്പര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാം. അതേപോലെ കുറേ ക്ലബ്ബുകൾ, ഇപ്പോൾ ഹാം റേഡിയോ ക്ലബ്ബ്, അതേപോലെ സാറ്റലൈറ്റ് IITians എന്ന് പറയുന്ന സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ക്ലബ്ബ്. ഇങ്ങനെ കുറേ പല നമ്മുടെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റിന് അനുസരിച്ചുള്ള കുറേ ടെക്നിക്കൽ ക്ലബ്ബുകൾ, CFI സെൻറ്റർ ഫോർ ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം, ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ പോയിട്ട് വർക്ക് ചെയ്യാം. അത് സോഫ്റ്റ്വെയറോ ഹാർഡ്വെയർ എന്തോ ആവട്ടെ, ഇങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റീസ് ആക്ച്വലി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു കോളേജ് എന്താ? നമ്മുടെ മനസ്സിലുള്ളൊരു കോളേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഭയങ്കര സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ പഠിക്കണം. അതങ്ങനൊന്നല്ല. നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട്, ഫ്രീ ആയിട്ട്, എന്നാൽ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ കിട്ടുന്നൊരു സ്ഥലം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് ആക്ച്വലി നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും ബെസ്റ്റ് പൊട്ടൻഷ്യൽസ് പുറത്ത് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തൊരു സെഷനിൽ ഞാൻ പറയുക തീർച്ചയായിട്ടും അവിടുത്തെ അക്കാഡമിക്സിനെ കുറിച്ചും പിന്നെ അവിടുത്തെ പ്ലേസ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ ആയിട്ടൊരു വീഡിയോ സീരീസ് ആയിട്ട് ഇത് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എപ്പോഴുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മെഡിസിനോ എഞ്ചിനീയറിങ്ങോ സയൻസോ ടെക്നോളജി എന്താവട്ടെ, നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ എന്നുള്ളത് ഒരു നിലക്കും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വലിയ എക്സ്പോഷറാണ് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് XandY ലേണിംഗ് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ഹൈസ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടി നടത്തുന്നത്, 8th 9th 10th ക്ലാസ്സിലെ സ്റ്റുഡൻസിന്. കാരണം അത്രത്തോളം കോമ്പറ്റീറ്റീവായിട്ട് അവിടെ വരുന്ന ആളുകൾ നമ്മൾ നോക്കിയാൽ കേരളത്തിലെ ആളുകൾ വളരെ കുറവാണ്. കൂടുതൽ ആളുകളും വരുന്നത് ഈ ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നൊക്കെയാണ്. കാരണം എന്താ വെച്ചാൽ അവിടെയൊക്കെ നേരത്തെ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി അവർ അതിന് വേണ്ടി റെഡി ആയിരിക്കുകയാണ്. നമ്മളെപ്പോഴും ബാക്കിലാണ്. അതിന് വേണ്ടിയിട്ടാണ് XandY ഫൗണ്ടേഷൻ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ട നമ്പറും അതേപോലെ കോൺടാക്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് IIT മദ്രാസിലെ അക്കാഡമിക്സ് എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ ഫ്രം XandY ലേണിംഗ്.